സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ, സെന്ററിൽ നിൽക്കണം. ഓക്കെ, പൊളിയന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. അപ്പൊ ഒരു പട്ടി മേടിക്കത്തില്ല. ഓക്കെ, ഇത് പേരാണോ? അത് അല്ല അല്ലല്ല, അത് പേടാ. ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം. കണ്ട, പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഇവന്റെ ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുക ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ്. എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചു വന്നു. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതില് നിന്നാ മതി. അവിടെ നിന്നാ മതി. അടുത്തേക്ക് സത്യം, ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? ഓക്കെ, അത് മാത്രം മുകളിലായിരുന്നടാ. എന്തൊരു കട്ട മാറ. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. സൂപ്പർ. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നല്ല. സത്യം മറന്നു പോകുന്നുണ്ട്. മറ്റേതിലാടാ മറവിനോണ്ട് കേട്ടാ. അയ്യോ, ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ? ഓ, പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്. ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാം, ഇതിലും ചാടി കയറി. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴെനിക്ക് മനസ്സിലായി, നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റിലോട്ട് ചാടി. അത്രേ ഉള്ളൂ. ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങും നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്. അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാവി വീസി അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. കീബോർഡിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മൂമ്മയുടെ കൈ ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി സിമ്പിൾ. പേഷ്യൻസ് ഇത് കുറച്ച് കൂടുതൽ. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണ ഗെയിം കളിക്കുമ്പോ.
മെന്റലി ഭയങ്കര ഹാപ്പിനെസ് സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. ആ ഇരിക്കാൻ പോലെ. സന്തോഷം കൊണ്ട് ഇളകി നിൽക്കുക. ടെലിപ്പോട്ട്. എന്തൊരു പദം? എടാ താഴെ ടെലിപ്പോട്ട്. ടെലിപ്പോട്ട് താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുവോ നമ്മള്? അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ, ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. ഓക്കെ, അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ അത്? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ടാ ഇതാ ചെയ്യാൻ പറഞ്ഞത്. നേരത്തെ ചെയ്യാൻ പറഞ്ഞത്. ഇത് ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് അപ്പുറത്തോട്ടാണ് അല്ലേ? കണ്ടാ വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. എടാ ഇവന് വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇവൻ അവൻ പോയി. ചേട്ടൻ മറന്നോ? എടാ അവൻ നിക്കൂല, അത് നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടുമല്ലേ? ഇത് വരുമ്പോ എടാ അത് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ റൈറ്റിലോട്ടാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് ചേർന്ന് പോയി. നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ, കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത് ഇതിന് തന്തയില്ലാത്തവനാണടാ. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ, ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് കാലേ ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് ചെയ്ത് നോക്ക്. ഇല്ലേട്ടാ സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്ത ഫ്രണ്ടിലായിരിക്കും. ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ. ഇവിടെ വരുന്നടാ ഈ ടെലിപ്പോട്ട്. ഓക്കെ, എടാ എത്ര പ്രാവശ്യം? 2 എണ്ണിക്കോണേ. 3 4 5 6. അടുത്തില് ആണോ? ഭയങ്കര കസാരലോട്ട് നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ. കണ്ടാറോളി കേട്ടാ. 3 അല്ല വീട്ടിൽ റൈറ്റ് സൈഡില് പോയില്ലല്ലോ അവസാനം. കണ്ടോ? അല്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അനുവിനെ കൊണ്ടുപോകും. കണ്ടോ? റൈറ്റ് ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റണ്ണി? 1 2 3 നേരത്തെ എത്രയായിരുന്നു കണക്ക് ഓർമ്മയുണ്ടോ? 4 5 6 ഈ വട്ടം 5 1 2 3 4 5 അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല. 2 3 4 5 6. അല്ല അവിടെ മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ?
ലെഫ്റ്റോട്ട് കയറിയത് മെഡിയാനെ കൊണ്ടുപോയാ നിന്നെ. ഇതെന്തോന്നടേ, ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ല ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കട്ടെ. അല്ലല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പനായി പോവാ രഘുലേ. അളിയോ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പനായി പോവാ. അയ്യോ സോറി സോറി. എന്നെ അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതില്ലേ ഇതിവിടെ വരണം, മനസ്സിലായ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു, അത് ഇവിടെ തന്നെ അതിബുദ്ധിമാരല്ലേ അവൻ നമ്മളെക്കാളും അതിൽ തന്നെയാണ് ചാടുന്നത്. കേട്ടാ കണ്ടാ? ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റേ ലെഫ്റ്റിലായിരിക്കും ചാണ്ട കേട്ടാ. ഈളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്? ഇല്ല. റൈറ്റ് ചാണ്ട. ഇത് ഇത് ലെഫ്റ്റിൽ ആടണ്ടേ. ഇത് റൈറ്റ്, ഒരു ലെഫ്റ്റ്. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ലെഫ്റ്റാ. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം പഠിച്ചിട്ട് ലെഫ്റ്റ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി വിശേഷിക്കണം. ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. ദൈവമേ, അതല്ലെങ്കിലുണ്ടല്ലോ. അല്ലെങ്കിൽ രഘുലേ നീ പറഞ്ഞു. എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിനിലെ കൂടി എത്ര റണ്ണിൽ ഔട്ട് ആയിടിയാ? പന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ്. ഇനി മറന്നു. ഇത് ലെഫ്റ്റ് 100%. ഈശ്വര തൂറിന്ന് തോന്നുന്നു. ഇല്ല സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ. ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? അന്ന കഴിവറാവനെ. ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിൽ? അല്ലല്ല, അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരുത്. ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായ? പെട്ടെന്ന് ഓടി. ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി ഓടണം. അവിടെ ചാടി. ഇത് സാധനം വലുതാക്കണം. അതായത് ഉണ്ടോ ഇടിച്ച് തട്ടി. ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം. അങ്ങനെ ആ ഗ്യാപ്പിൽ ചാടണം. ഏത് വലുതായിക്കൊണ്ടിരിക്കണ്. ഓടി കയറണം. സാധനം വലുതാവുന്ന പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? ഇൻവിസിബിൾ ഒക്കെ വരും. ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും. അത് നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്തെ ചാടിയൊക്കെ മേളത്തെ ഇത് സൂപ്പർ അല്ലേ? ഇത് കംപ്ലീറ്റ് അല്ലയാ ചാടാൻ ബുദ്ധി കളിച്ചല്ലേ? ഇത് സിമ്പിൾ അല്ലേ? അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അല്ലല്ല, അങ്ങനല്ല, വലുതാവും. തിരിച്ചു വരണം. പ്രസ് ചെയ്ത് തിരിച്ചു. ഓ പ്രസ് ചെയ്തിട്ട് തിരിച്ചു മറ്റേ പ്രസ്സിൽ മറ്റേ സ്വിച്ചിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല,
തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ആ switch ലെഫ്റ്റ് press ലെഫ്റ്റ് ചേട്ടാ ചെയ്യണം. അവിടെ പോണ്ട അവിടെ പോണ്ട. Left, left. ആ, കണ്ടാ? സെറ്റ്. അളിയാ, ഏത്? അളിയാ, ചെറുതായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്നേ ഈഗിളിന്. അല്ല സ്വിച്ച് പ്രസ് കളിയാ, സ്വിച്ച് പ്രസ് തുന്തിരപ്പി. ഭയങ്കര ലീനായി. ലീൻ ആയത് അതിന്റെ സൈഡിൽ ചാടി കൂടെ അവിടെ വരാനില്ലടാ. മനസ്സിലായി. ചാടി ആ end. ചാടി റൈറ്റ് സൈഡിൽ ചാടി. പോകണം. എടാ അത് എടാ കളി അത് അങ്ങനെ പറ്റൂലടാ. അളിയാ, അങ്ങനെ ചാടി. ചാടി റൈറ്റ് അല്ല, ചാടി. ചാടി, ചാടി. ആ, ഇനി അതിലോട്ട് ഒരു കുളിര് വന്നെനിക്ക്. അവളെ സ്വട്ടർ എടുത്താലോ? കുളിരൊക്കെ അങ്ങ് പോയി. കുളിര് പോയി. അത് പറ്റില്ല. സൈഡിൽ കൂടെ പോയി. അളിയ എടാ, നീ മനഃപൂർവ്വം കുണ്ടിലൂടെ ആട് വന്നു. ഇതൊക്കെ എന്തൊരു ഇതൊക്കെ. അവളെയോ? അല്ലെ അങ്ങനെ ലെഫ്റ്റിൽ എന്തോണ്ട് ഇതൊരു ചത്തില്ല നമ്മള്. ഡെവലപ്പർ എന്തോ അടിച്ചിരുന്നുണ്ടാക്കിയതാണ്. ചത്ത ചത്ത് ചത്ത്. എടാ എന്ത് ലെവലൊക്കെയാടാ അത്. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? അതാ നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? എന്തിനാ അടി പോണേ? കഴിയാറായ നമ്മള് ദേ ഇത് നേരെ ഓടിക്കേറാം. സൂപ്പർ. എടാ പതുക്കെ ഞാനൊന്നും പറയണില്ല. അളിയ സ്പേസ് നീ ഒന്ന് കളിച്ചോക്കണേ. അപ്പൊ മനസ്സിലാവും. മാജിക്കോ ഓനെ ഇനി ഉണ്ടാവേ ഇനി ഇല്ലായിരുന്നടാ, നേരെ പോവാനായിരുന്നടാ. അളിയാ അത് നമ്മള് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോഴല്ലേ നമ്മള് ഇത് ചെയ്ത്. ഓടിക്കോണേ. ആ ഇത് ഈസിയാടാ. ചാടി പിടിച്ചാ മതി അളിയാ. അങ്ങനെ ചാടി പിടിക്കും. ചാടി പിടിച്ചോ നീ. അളിയ ചാടി ആ കഥ ഇട്ടത് പോണം. ആ അത് ഇതല്ല ടെലിപോർട്ടർ അല്ല കേട്ടോ. വരുന്നേ ശരി എനിക്ക് ഓർമ്മയുണ്ട്. ഈ ലെവൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കിളി പോണ ലെവലാണേ. കിളി പോകുന്ന ലെവലോ ഇത് തന്നെ തീർക്കുവാണ് ഞാൻ. ഒറ്റ സ്ഥലത്ത് അളിയ കംപ്ലീറ്റ് അളിയ ഏത് അളിയ പറഞ്ഞത് കിളി അളിയ ഇത് കണ്ടുപിടിച്ചതായിരുന്നു ഈ ഗെയിം. ഈസി അളിയ ഈസി. എടാ അത് പോകുന്നതിന് മുന്നേ താഴെ തന്നി. ഓ അങ്ങനെ ആ അളിയ തോന്നുന്നു. എടാ അതിപ്പോ എന്റെ കുഞ്ഞമ്മ അത്. പാവത്തിനെ അത്ര ഓടിച്ചിട്ട് കൊന്ന്. എടാ നീയൊക്കെ പുഴുത്തു പോന്നോളടാ നീയൊക്കെ. ജമ്പ് ഞാൻ നടക്കണ പിന്നെ ജമ്പ് രണ്ടുപേരെ ചൂടാൻ തോന്നുന്നു. എടാ തീരും. ഓടിവൻ ചട്ട. എടാ അതീ കേറാൻ പാടില്ലടാ. എനിക്ക് ചാടണ്ടായിരുന്നു. ചാടാതെ ഓടി ഇത് ഡിലേ ആയി. ചേട്ടാ ചാടണ്ട രണ്ടുപേരെ സ്പീഡാന്ന് തോന്നുന്നു. ഓടി വന്നത് നീ അങ്ങോട്ട് ചാടാനായിരുന്നു. എടാ അത് പോണ് അണ്ണാ. നമുക്ക് എത്തി കേട്ടോ. അഭിഷേക വെൽക്കണ്ട സ്ട്രീമോടാ മോനെ. ചാടാൻ മറന്നുപോയില്ലേ?
എന്തിനാ അവിടെ ഒരു ആരോ വെച്ചേക്കുന്നതെന്ന് ദൈവമേ. ഇത് നേരെ താഴ്ത്തി അടി. നേരത്തെ സത്യം ചുമ്മാ സ്പൈക്കിരിക്കുക സൈഡില് ഏ, ഏ, ഇടി. അളിയത് കംപ്ലീറ്റ് ഈസി അവിടെ പോട് ഓക്കെ. സോ ഈസി ഗെയിം. ഈസിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അളിയ ഡോർ പോയി ഇപ്പൊ നമ്മള് ഡോറാണ്. നിന്റെ- ഇപ്പൊ നമ്മളാണ് ഡോർ. കണ്ട ഇത് കണ്ട ഇല്ലാത്തവരെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേ? എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേ നീ? ഞാൻ നോക്കുമ്പോഴല്ലേ ഈകള് ചത്തു മനുഷ്യരാ നീങ്ങുന്നത് പറഞ്ഞു കൊടുത്തല്ലേ. ചാടാൻ പറ്റുമോ നോക്കി? ആ പറ്റും പറ്റും. കൊള്ളാം ആ, കേട്ടോ. വഴി. എന്തൊരു സാധനമാണോ ഇത്? 4 ലെവലോടെ ഉള്ള തീരാ നമ്മളെ 5 ലെവല്. അളിയ ഇതെന്ത് അയ്യോ, കുണ്ടി. എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താ മനസ്സിലായി തിരിച്ചു ചാടാൻ അല്ല, ഓടാൻ ഇല്ല. കിടന്ന്. ഇപ്പൊ പറഞ്ഞതല്ലേ തിരിച്ചത്. പിടി കൊടുക്കണം കേട്ടോ, വിഷയമായിരിക്കും. ഇതല്ലേ ഇപ്പൊ കളി? മണി കത്തിച്ച്. എടാ സ്പീഡിൽ പോകും കേട്ടാ, സൂക്ഷിച്ചോണേ. സ്പീഡ് കൂടിയാണ്. ലെവല് കംപ്ലീറ്റ് ആയിട്ടാ ഇല്ല, ഇത് ഒരു സ്റ്റേജാ. അയ്യോ ഇത് നേരെ ഓടണമായിരിക്കും കേട്ടോ. ചാടി സാധനം ചാടി ഇറങ്ങി ഒറ്റ ഓട്ടോ കുട്ടിയും പൊക്കി. ചാടിക്കോ, ചാടിക്കോ. ഇല്ലടാ ഇത് ചാടുന്നില്ലേ? അപ്പൊ ഇതിലൊരു ആ ഓട് ഓട്. ഇല്ലില്ല, അതും തിരിച്ച് അങ്ങനെ തന്നെ മനസ്സിലായ. വേറെന്തോ അളിയ ഇതെന്താ എടാ നീ റൈറ്റിലോട്ട് ചാടി, ലെഫ്റ്റിലോട്ട് ചാടി, ലെഫ്റ്റിലോട്ട് അവിടെ നിക്ക്. എവിടെ നിൽക്കാ? അത് ചെറുതാ ഏറ്റവും ലെഫ്റ്റ് കേട്ടാ. ഏറ്റവും ലെഫ്റ്റ് വരെ വരൂല. ഏറ്റവും ലെഫ്റ്റ് വരെ ഏറ്റവും എന്റെ വരെ പോകത്തില്ല കേട്ടാ. ഇവിടെ വരെ വരൂല. നിന്നാ മതി കേട്ടാ ആ ഏറ്റവും എന്റെ ലെഫ്റ്റ്. നീ ആ എല്ലാരും ഇപ്പൊ പൊങ്ങി വരും കേട്ടോ. എനിക്ക് തോന്നിയത് കൊതം കുത്തി കീറിയ. ഇപ്പൊ ഇതില് ചത്ത് ഇവിടെ ആയിരുന്നു അത്. ഓർമ്മ എൻഡിൽ വരെ പോയി നിക്കണേ. എന്റെ നോക്കിയേ അത് അറിഞ്ഞിട്ടും ചാടി. നീ കളിച്ചതല്ലേ? എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പറ്റണേ? തിരിച്ചു വരാൻ പറ്റില്ല. അതിനൊക്കെ വന്നാണോ? അപ്പൊ ജസ്റ്റിന് പോയേ ജസ്റ്റിനാണ് പോയത്. ഭ്രാന്തനാ. എടാ എടാ അല്ല, ഞാൻ വരും അവിടെ വരുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ബ്രെയിനിലെ നിന്റെ മൗസ് പോയിന്റ് അവിടെ തന്നെ ഇരിക്കണേ, കറക്റ്റ് സ്ഥലത്തായിരിക്കുന്നത്. അവിടെ ഞാൻ എന്തോ ചെയ്യണ്ടേ? അവിടെ നിന്ന് അതൊക്കെ പോയി ചാടങ്ങോട്ട് അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് എന്നോട് പറയണ്ടേ? അതല്ല നമ്മള് പറഞ്ഞേ എന്തുകൊണ്ട് അടി കൂടെ പോക്കൂടാ? എന്തുകൊണ്ട് നേരെ പോകൂടാ? ഓ അവിടുന്ന് ചാടിയതേ വഴിയേട്ടാ. അധികം ബുദ്ധി ഇതിനകത്ത് വെക്കാൻ പാടില്ല. അതെ മനസ്സിലായ? ബ്രെയിനുള്ളവര് കളിച്ച പ്രശ്ന. ചാടിക്കൂ. അപ്പൊ അതിനകത്ത് ഞാൻ ബ്രെയിനില്ലാത്ത ബുദ്ധിയില്ലാത്ത ഞാനിവിടുന്ന് ഇങ്ങനെ സ്ട്രീം ചെയ്യണം. 10,000 പേര് ഇതും കണ്ടിരിക്കണം. അതിലൊക്കെ എടാ ഇത് സൂപ്പർ. ഇപ്പൊ മനസ്സിലായോ? അവിടുന്ന് നേരെ ചാടുക. കണ്ട അളിയ ചാടി ലെഫ്റ്റ് വരണം മനസ്സിലായോ? ഈസി. മേളി വരുവേ. തിരിച്ചോടണം പോയി മണി വെട്ടാൻ നിൽക്കുവോ? ഈകളെ വിടുന്നില്ലല്ലോ അമ്മമാര്. അവൻ വെട്ടി എറിയാൻ വരുവോ കേട്ടോ. ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. ഇവിടെ വരും. അല്ല പിന്നെ നമ്മളെ ഏകദേശം ഫിനാലിലേക്ക് കിടക്കാണ്. ടെൻഷനാണ്. എനിക്ക് എന്നെ ടെൻഷൻ ആക്കരുത്. കുറച്ച് പാടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇതെന്താണ് പിടുത്തമില്ല. ആദ്യം മേളിൽ കയറി പോകാൻ പറ്റുന്ന സാധനം കേട്ടോ. വെട്ടുന്ന സാധനം അല്ലത്. നമ്മളെമാര് ഫേക്ക് കളിയാ.
അളിയ അതിന്റെ മുകളിൽ കേറാൻ മേളിൽ കേറാം. അത് ഒന്നുകൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് അതിനകത്ത് കയറി അങ്ങ് പോവാം. ചാട്. ഏ കളിയാ സ്പൈഡർ അവിടെ അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം. ആ നേരെ മേളിലുള്ള ഹോളിൽ പോ. അവിടെ ഒരു സംഭവം അതിൽ നിന്ന് കയറി പോയാൽ മതി. ഏത് സൂപ്പർമാൻ അളിയാ. തീരാറാവണേ. ഇത് ഈസി അല്ലേ? ഇറക്കാൻ തുടങ്ങുന്നു. വല വിട്ടു പോവോ ഈസി ഒന്ന്. ഇതോടെ കളി നിർത്തുവാ. എല്ലാം ശരിയായി കേട്ടോ. എങ്ങനെയോ ശരിയായില്ല. ഇൻവിസിബിൾ ആണോ? നമ്മള് ഫൈനൽ ബോസിലേക്ക് അടുക്കുവാണേ. അതെന്ത് എന്റെ ഇതൊന്ന് ടൈമിങ് കറക്റ്റായി. അതാ ലെഫ്റ്റ് സൈഡ് അളിയാ. എടാ പൊലയാടി, ലെഫ്റ്റ് ലെഫ്റ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഇത് ലെഫ്റ്റ് പോകാൻ പറ്റത്തില്ല കേട്ടോ. ചേട്ടനാ ടെലിപ്പോർട്ടർ തോന്നില്ലേ? അല്ലേ അളിയാ ലെഫ്റ്റ് സൈഡ് പോയി ആ സ്വിച്ച് ഒക്കെ എന്തോ പ്രസ് ചെയ്യണം. ലെഫ്റ്റിലോട്ട് പോകത്തില്ല. ഇൻവേർട്ടാണോ? ആ റൈറ്റ് ഞെക്കിട്ട് ലെഫ്റ്റ് ഞെക്കിട്ട് ഒരിടത്തോട്ടാ ചാടുന്നത്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നേരത്തെ ഈ സ്പേസ് അടിച്ച് ചാടി പോയല്ലേ, അതേപോലെ ചാടി പോയി ആ സ്വിച്ച് പ്രസ് ചെയ്യണം. മനസ്സിലായ? മേളില് പോ. ബട്ടൺ വന്നടാ അവിടെ. എടാ റൈറ്റില് താഴെ ഒരു ബട്ടൺ വന്നത് കണ്ടില്ലേ? അത്രയും മോളി പോണ്ട. അടിയിൽ മേളിലെ സ്വിച്ച് മേളിലെ സ്വിച്ച് ഇതിന്റെ മേലുള്ളതാണ് സ്വിച്ച് കേട്ടോ. അടുത്തൊരു മുകളിലാണ്, ശ്രദ്ധിച്ചോടെ. മറന്നു പോകും കണ്ടോ. മേലിൽ കൂടെ പറന്നു പോകും. അത് കുഴപ്പമില്ല, ലേറ്റ് ആയിട്ട് മേലെ തന്നെ വന്നോളൂ. ഞാൻ അടിക്കുകയാണ് രഘുലേ. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് പോവല്ലേ? മേലോട്ട് വരുന്നു. എന്തായാലും മേലോട്ട് വരുന്നു. അത് ചുമ്മാ ഇതേപോലെ ചോച്ചയിൽ ചെയ്താൽ മതി. സൂപ്പർ ഈസിയാ. സെയിം സ്പേസ്. നല്ല മേളമാണുള്ള. എടാ അത് ചെറുതായി. പെട്ടെന്ന് സൂപ്പർ. ഈസി. അളിയാ സ്ലോ ആയി. ചെറുതാക്കുന്നുണ്ടോ തെണ്ടികള്? ഈകള് ചെറുതായിട്ട് ചാടി പെട്ടെന്ന് പറയാ. ഈസി. എടാ കൂടുതൽ ചാടല് മുകളിൽ തല കിട്ടും. അയ്യോ ഇത് പറ്റത്തില്ല. ഈകള് റീച്ച് ആയത് പറഞ്ഞിട്ടേ വിട്ട് കേട്ടാ സ്പേസ്. സത്യം. എടാ ബ്രെയിൻ ഡെഡ് ആയി. ബലൂൺ ബ്ലാസ്റ്റ് ആവുന്ന പോലെ ഇരിക്കുന്നല്ലേ? എടാ ബട്ടണിലാണ് തൊടേണ്ടത്, സൈഡിലല്ല. ഓക്കെ നിനക്കറിയാം അതിനകത്താണ് കേരളം. അത് മൂവ് ചെയ്യും. എന്ത് സ്റ്റേബിൾ അടിയാ. ഈസി. ഡിസ്കോള് സൗണ്ട് നേരത്തെ വരുന്നത്. അത് ഇറങ്ങിട്ട് കയറി ലൈവ് ഇറങ്ങിട്ട് കയറി. എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. ഇതപ്പുറത്തെത്തിയ എടാ താഴോട്ട് പോ. സ്വിച്ച് ഇവിടാണേ സ്വിച്ച്. അടിയിൽ
സൂപ്പർ. അടിയില് സ്വിച്ച് അവിടെ എടാ, കിടക്കുന്നു. എടാ കൊളയട്ട പട്ടി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ മറ്റേ പട്ടിയുടെ തൊടല് വലിക്കുന്ന പോലെ പോകുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു പാടുണ്ട്. അത് ഞാൻ പറഞ്ഞ കൂടി പോയി. താഴെ താഴെ. ഓക്കെ. ഈ സ്വിച്ച് മാറുന്നു തോന്നുന്നു കേട്ടോ. ശരിക്കടാ കറക്റ്റ്. മേലുള്ള സ്വിച്ച് മാറി മിഡിൽ വരെ നോക്കട്ടെ. ആ കണ്ടാ? നല്ല ഇനി അടിയിൽ വരെ അത് സ്വിച്ച് മാറി അടിയിൽ വരെ ചിലപ്പോ നോക്കട്ടെ. ഇല്ല 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 കൂടുതൽ പ്രൊഡിക്ട് ചെയ്യില്ലെന്ന്. അയ്യേ, ഇതൊക്കെ എന്താണ് പറഞ്ഞേ, കൂടുതൽ പ്രൊഡിക്ട് ചെയ്യല് എനിക്ക് തോന്നുന്ന കണക്ക് വരും. അമ്പോ